ചാൻസലർ എന്നുള്ള നിലയിൽ ഏകപക്ഷീയമായിട്ട് അത്തരത്തിൽ നിയമനം നടത്താൻ പാടില്ലാത്തതാണ് എന്നും സർക്കാരിനോട് കൂടിയാലോചിച്ച് സർക്കാരിൻ്റെ കൂടെ നിർദ്ദേശപ്രകാരം ഗവൺമെൻറ് നൽകുന്ന പാനലിൽ നിന്ന് തിരഞ്ഞെടുത്ത് നൽകുകയാണ് ചാൻസലർ ചെയ്യേണ്ടതെന്നും കോടതി വിധി പ്രസ്താവം നടത്തിയിരിക്കുകയാണ്. ഇത് നേരത്തെ തന്നെ നിയമങ്ങളിലുള്ളതാണ്. സർവകലാശാല നിയമങ്ങളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി വച്ച കാര്യങ്ങളെ വളരെ മോശമായ നിലയിൽ അവഗണിച്ചുകൊണ്ട് സ്വേച്ഛാപരമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കുന്ന രീതി ശരിയല്ല എന്ന് വീണ്ടും കോടതി വിധികളിലൂടെ ബഹുമാനപ്പെട്ട ചാൻസലറെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹം അത്തരം നടപടികൾ തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് ഖേദകരമാണ്. ഇപ്പോൾ വീണ്ടും ഒരു വിധി ഉണ്ടായിരിക്കുന്നു. ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇനി അങ്ങോട്ട് സർക്കാരുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷം മാത്രം സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സർവകലാശാലകളുടെ എല്ലാ ചെലവും വഹിക്കുന്നത്, അതായത് സാമ്പത്തികമായി അവയ്ക്ക് സഹായം നൽകുന്നതും അവയുടെ സൂപ്പർവിഷൻ നിർവഹിക്കുന്നതും എല്ലാം കേരള ഗവൺമെൻറ്റാണ്. മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ. എന്തെങ്കിലും അപാകമുണ്ടെങ്കിൽ ആദ്യം ഓടി വരിക ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ അടുത്തേക്കാണല്ലോ. അതുകൊണ്ട് വളരെ കൃത്യമായ നിലയിൽ സർവകലാശാലകൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് പ്രയാസത്തിലാക്കരുത് എന്നാണ് ബഹുമാനപ്പെട്ട ചാൻസലറോട് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ നല്ല നിലയിലാണ് കേരള സർവകലാശാലയിൽ അക്കാദമിക പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ 2-3 വർഷക്കാലം കൃത്യമായി മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഏകീകൃത അക്കാദമിക് കലണ്ടർ കേരളത്തിലെ സർവകലാശാലകൾക്ക് വേണ്ടി തയ്യാറാക്കുകയും ആ കലണ്ടർ അനുസരിച്ച് എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുകയും പരീക്ഷകൾ കൃത്യമായി നടക്കുകയും റിസൾട്ടുകൾ വളരെ വേഗതയിൽ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ അച്ചടക്കത്തോടു കൂടി കൃത്യമായ നിലയിൽ മുന്നോട്ട് പോയിരുന്ന ഒരു സംവിധാനത്തെ ദയവ് ചെയ്ത് അട്ടിമറിക്കരുത് എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പോൾ ലഭ്യമായിട്ടുള്ള കോടതി വിധിയുടെ ചുവട് പിടിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് ജനാധിപത്യപരമായി നടപടികൾ സ്വീകരിക്കാൻ ചാൻസലർ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വളരെ അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതയാണ് കുറേ കാലങ്ങളായിട്ട് ഇവിടെ ചാൻസലർമാരായി പ്രവർത്തിക്കുന്ന ഗവർണർമാർ പിന്തുടരുന്നത്. അതിൻ്റെ പ്രയാസങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും അധികം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലർമാരെ നമുക്ക് നിയോഗിക്കേണ്ടതുണ്ട്. സ്ഥിരം വൈസ് ചാൻസലർമാർ അത് നമുക്ക് അനിവാര്യമാണ്. ചാൻസലർ ബില്ലുകളിൽ ഒപ്പുവയ്ക്കാതെ പിടിച്ചു വയ്ക്കുന്നത് നിമിത്താണ് നമുക്ക് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർ സ്ഥിരമായി വയ്ക്കാൻ പരിമിതി നിലനിൽക്കുന്നത്. സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. സംസ്ഥാന സർക്കാരിന് ധനപരമായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകേണ്ടതുണ്ട് എന്നൊക്കെ വരുമ്പോൾ സംസ്ഥാന സർക്കാരിന് വൈസ് ചാൻസലർമാരെയും മറ്റ് താക്കോൽ സ്ഥാനങ്ങളിലുള്ളവരെയും ഒക്കെ നിയോഗിക്കുന്നതിൽ ഒരഭിപ്രായവും പറയാൻ പാടില്ല എന്ന നിലയിൽ എടുക്കുന്ന ആ സമീപനം അത് തീർച്ചയായും സ്വേച്ഛാധിപത്യപരമാണ്. ഇത് ഇനിയിപ്പോൾ ഒരു തുടർ നടപടി എങ്ങനെയായിരിക്കും? പ്രത്യേക പാനൽ തയ്യാറാക്കുമോ അതോ പഴയ പാനൽ പുതുക്കുമോ? ഉടനെ പാനൽ തയ്യാറാക്കി നൽകും. അല്ലെങ്കിലും അദ്ദേഹം അവിടെ കാര്യമായിട്ടൊന്നും വരാറില്ല. അദ്ദേഹം ആരോഗ്യ